ടു യുവർ ചാനൽ. നമ്മൾ ഒരുപാട് നാളായാലേ കണ്ടിട്ട്, ഏകദേശം ഒരു മാസം കഴിഞ്ഞു തോന്നും. അപ്പോൾ ഞാൻ കുറച്ച് ബിസി ആയിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ പിന്നെ വീഡിയോസ് ഇടാൻ പറ്റാത്തത്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു ട്രെൻഡി എ ലൈൻ കുർത്തി ആയിട്ടാണ്. ഇത് ഫ്രണ്ട് പ്ലീറ്റഡ് എ ലൈൻ കുർത്തിയാണ്. ഇതിപ്പോൾ ഓൺലൈനായിട്ടും ഒരുപാട് സ്ഥലത്തായി കാണുന്നു. നമ്മളതങ്ങനെ ഇൻസ്പയർഡായി ചെയ്താൽ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. 2.5 മീറ്റർ വിചിത്ര സിൽക്കിൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലൈനിങ് ക്രേപ്പിൻ്റെ ലൈനിങ്ങാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയൽ എടുക്കാൻ ശ്രമിക്കുക ഇങ്ങനത്തെ ടോപ്പൊക്കെ ചെയ്തിട്ടെടുക്കുമ്പോൾ. അപ്പോൾ ഇതേ നമ്മുടെ ക്ലോത്ത് 2 ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ബാക്ക് പോർഷനാണ് ചെയ്തിട്ടെടുക്കുന്നത്. ആദ്യം തന്നെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് വയ്ക്കുക. നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ് 1/2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് പോവാം. ഇനി 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ താഴെ ഇത് നമ്മുടെ ടോപ്പിൻ്റെ പോർഷൻ വെച്ച് കൊടുക്കുകയാണ്. ടോപ്പ് 2 ആക്കി മുടക്കിയിട്ട് നമ്മൾ എന്നും ചെയ്യുന്ന പോലെ തന്നെ ടോപ്പിൻ്റെ പോർഷൻ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്യാം, ആം ഹോൾ ഒന്ന് മാർക്ക് ചെയ്യാം, ബോഡി ഒന്ന് മാർക്ക് ചെയ്യാം. ഇത്രയും മാർക്ക് ചെയ്തിട്ട് ഈ ടോപ്പ് എടുത്ത് മാറ്റാം. ഇനി നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെക്ക് മാർക്ക് 3 ഇഞ്ചാണ് കറക്റ്റ് സെൻറ്ററിന്ന് 3 ഇഞ്ചാണ് വിടുത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നെക്കിൻ്റെ വിടുത്തായിട്ട് 3 ഇഞ്ചാണ് സെൻറ്ററിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതേപോലത്തെ താഴോട്ട് നെക്കിൻ്റെ താഴോട്ട് ലെങ്ത്തായിട്ട് 2 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് ടൈറ്റായിട്ടുള്ള നെക്കായിരിക്കും ഇത്, അതുകൊണ്ടായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. താഴോട്ടുള്ള ലെങ്ത്തായിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ടോട്ടൽ ലെങ്ത്ത് ഒന്ന് മെഷർ ചെയ്യണം. ഞാനിവിടെ 43 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കുർത്തിയുടെ ടോട്ടൽ ലെങ്ത്തായിട്ട് 43 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഡൗൺ വിഡ്ത്തായിട്ട് 23 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതൊന്ന് നേരെ നീട്ടി വരയ്ക്കാം. ഇനി അടിവശത്തിൻ്റെ കോർണറിൽ ഒരു 2 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കോർണറിൽ കേട്ടോ, അതൊന്ന് കേർവ് ചെയ്തിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ താഴെ കുറച്ച് കേർവായിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക, അതൊന്ന് വരച്ച് കൊടുക്കുക. അപ്പോൾ അത് വീഡിയോയിൽ കുറച്ചൊന്ന് കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. കോർണറിൽ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് കേർവായിട്ട് വരച്ചെടുക്കുക. എന്നിട്ട് ബോഡി ആയിട്ട് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. താഴ്ന്ന മുതൽ ബോഡി വരെ ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കട്ട് ചെയ്യുന്നതിന് മുന്നേ ആം ഹോളിലൂടെ 1/2 ഇഞ്ച് എക്സ്ട്രാ വിടുക, ബോഡിയുടെ ഒരു 1 ഇഞ്ച് എക്സ്ട്രാ വിടുക. അതേപോലെ താഴെ ഒരു ഏറ്റവും അടിവശത്ത് ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ വിടുക. തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണിത്. എന്നിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ ബാക്ക് പോർഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്, കട്ട് ചെയ്തിട്ടെടുത്തു. ഇനി ഈ ഒരു ബാക്ക് പോർഷൻ വെച്ചിട്ട് നമുക്ക് 2 ലൈനിങ് കട്ട് ചെയ്യണം. ഫ്രണ്ടിലേക്കും ബാക്കിലുള്ള ലൈനിങ് നമ്മൾ ഒരേപോലെയാണ് കട്ട് ചെയ്ത് മാറ്റുന്നത്. അത് ഈ ബാക്ക് പോർഷൻ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതേ ലൈനിങ് എടുത്തിട്ടുണ്ട്. ലൈനിങ് ഇവിടെ 4 ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. ലൈനിങ് 4 ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ബാക്ക് പോർഷൻ ഒന്ന് മടക്കിയതിന് ശേഷം ഇവിടെ ഒന്ന് വെച്ച് കൊടുക്കുക. നമ്മളിതിൻ്റെ ബാക്ക് പോർഷൻ ഇതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കുക. ഈ ബാക്ക് പോർഷൻ വെച്ചിട്ട് ലൈനിങ് ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റും. അപ്പോൾ ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ അത്രയും പാടില്ല, അതിൽ കുറച്ച് വേണം കട്ട് ചെയ്യാൻ. ഇപ്പോൾ ഞാൻ വെച്ചിരിക്കുന്ന കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ലൈനിങ് കുറച്ച് ചെറുതായിട്ടാണ്, മെയിൻ ക്ലോത്തിനേക്കാളും കുറച്ച് ചെറുതായിട്ടാണ് ലൈനിങ് ഉണ്ടാവുക. അത്രയും മതി നമുക്ക്. എപ്പോഴും മെയിൻ ക്ലോത്തിൻ്റെ അത്രയും ലൈനിങ് അപ്പോൾ ലൈനിങ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതേ കാണുമ്പോൾ അറിയാം 2 പോർഷൻ കിട്ടും, ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും ഒരേപോലെ തന്നെയാണ് നമ്മൾ ലൈനിങ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത്. രണ്ടും ഒരുപോലെ മതി. ഫ്രണ്ടിന് മെയിൻ ക്ലോത്തിന് മാത്രമേ, മെയിൻ പോർഷന് മാത്രമേ കുറച്ച് വ്യത്യാസം വരുന്നുള്ളൂ. പക്ഷേ ലൈനിങ് സെയിം ആയിട്ട് തന്നെ മതി. ഇനി നമുക്ക് ടോപ്പിന് യോക്ക് പോർഷൻ വെച്ച് കൊടുക്കണം. അതിനായിട്ടൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് ഇവിടെ. അത് 2 ആക്കി ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല വീതിയത്തെ ക്ലോത്ത് എടുക്കുക. ഇതിങ്ങനെ 2 ആക്കി മടക്കി വയ്ക്കുക. എന്നിട്ട് നമ്മുടെ ടോപ്പിൻ്റെ ബാക്ക് പോർഷൻ, നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബാക്ക് പോർഷൻ ഉണ്ടല്ലോ, അതിൻ്റെ മേലെ ഇതൊന്ന് വെച്ച് കൊടുക്കുക. ബാക്ക് പോർഷൻ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് മേലെ ഒന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആം ഹോൾ മാത്രം ഒന്ന് മാർക്ക് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇതിൽ ആം ഹോൾ കാണുന്നത് നമ്മൾ ആ തയ്യൽ തുമ്പോട് വിട്ടിട്ടുള്ള ആം ഹോളാണ് ഇതിലുണ്ടായിരിക്കുക. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എഗൈൻ നമ്മുടെ റിയൽ ആയിട്ടുള്ള ആം ഹോളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ടോപ്പിൻ്റെ പോർഷൻ എടുത്ത് മാറ്റി നമ്മളൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഏറ്റവും മേലെ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട്.
ഇതിൻ്റെ ഫ്രണ്ട് നെക്കിനായിട്ട് 3 ഇഞ്ച് ലെങ്ത്തും 3 ഇഞ്ച് വിഡ്ത്തുമാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ലെങ്ത്തായിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു, വിഡ്ത്തായിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്തു. അങ്ങനെ ഒരു റൗണ്ട് നെക്കാണ് നമ്മൾ ചെയ്തിട്ടെടുക്കുന്നത്. ഇനി നമുക്ക് യോക്ക് പോർഷൻ്റെ ടോട്ടൽ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്തിട്ടെടുക്കണം. ഇവിടെ ഞാൻ 6 ഇഞ്ചസാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലെങ്ത്തായിട്ട്. നമ്മൾ എത്രയാണോ ലെങ്ത്ത് വേണ്ട അത്ര മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ യോക്ക് പോർഷൻ്റെ. അപ്പോൾ ഞാനിവിടെ 6 ഇഞ്ചാണ് ലെങ്ത്തായിട്ട് എടുക്കുന്നത്. അതൊന്ന് മാർക്ക് ചെയ്തു. ബാക്കി ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ നമുക്ക് തയ്യൽ തുപ്പിന് വേണ്ടിയിട്ട് താഴെയും കൂടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ശേഷം കട്ട് ചെയ്തിട്ട് മാറ്റാം. ഇനി നമുക്ക് യോക്ക് പോർഷൻ്റെ താഴോട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. ഫ്രണ്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കണം. അതിനായിട്ട് ഇതേ ക്ലോത്ത് 2 മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറക്റ്റ് ഇതിൻ്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 43ന്ന് 6 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് വേണം കേട്ടോ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ താഴോട്ടുള്ള ലെങ്ത്ത്. അതൊരു 1/2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ വിടുക തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട്. എന്നിട്ട് താഴോട്ട് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 43 ഇഞ്ചിൽ നിന്ന് 6 ഇഞ്ച് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 37 ഇഞ്ചസ് ആയിരിക്കും. അപ്പോൾ ആ 37 ഇഞ്ച് താഴത്തോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് മാറ്റുന്നതിന് മുന്നേ നമ്മളൊരു എപ്പോഴും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടണം. അപ്പോൾ 37 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് വേണം താഴെ ഭാഗം കട്ട് ചെയ്ത് മാറ്റാൻ. ഇനി നമ്മൾ ക്ലോത്ത് 2 മടക്കി വെച്ചിരിക്കുകയാണ്. ഇനി കറക്റ്റ് സെൻറ്ററിൽ തൊട്ടാണ് നമ്മൾ അളവെടുക്കുന്നത്. ഒരു 10 ഇഞ്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സെൻറ്റർ 2 മടക്കി വെച്ചിട്ടാണ് നമ്മൾ സെൻറ്ററിൽ നിന്ന് 10 മാർക്ക് ചെയ്തത്. അപ്പോൾ ടോട്ടൽ ഫ്രണ്ടിൽ 20 ഇഞ്ചോളം വരും. അത് 10 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ 10 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം എക്സ്ട്രാ നമ്മൾ ആ 10 ഇഞ്ച് മാർക്ക് ചെയ്തതിന് അപ്പുറത്തോട്ട് ഒരു 4 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ബാക്ക് പോർഷൻ ഒന്നുകൂടെ എടുക്കുകയാണ്. അപ്പോൾ അപ്പുറത്തെ സൈഡായിരുന്നു കേട്ടോ മാർക്കിങ്സൊക്കെ കാണുന്നത്. ഇപ്പോൾ ക്ലോത്ത് ഇങ്ങനെ വെച്ചുകൊണ്ടാണ് ഈ സൈഡിൽ മാർക്കിങ്സ് കാണാത്തത്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ഒരു 1/2 ഇഞ്ച് മാർക്കിങ് ചെയ്ത് കൊടുക്കുകയാണ് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട്. അത് ഓൾറെഡി ഉള്ള മാർക്കിങ് തന്നെയാണ് സാർ, അപ്പുറത്തെ സൈഡിലാണെന്നുള്ളൂ. എന്നിട്ട് നമ്മളിത് 6 ഇഞ്ച് യോക്ക് പോർഷൻ്റെ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. കാരണം നമുക്ക് മാർക്ക് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ വരാണ്ടിരിക്കാനാണ് ഈ ബാക്ക് പോർഷനിൽ തന്നെ ഇത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 6 ഇഞ്ച് മാർക്ക് ചെയ്തോ നേരെ നീട്ടൊന്ന് വരച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത ആ 6 ഇഞ്ച് മാർക്ക് ചെയ്ത ആ യോക്ക് പോർഷൻ കറക്റ്റ് മേലെ കയറ്റി വെക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തല്ലോ, അവിടെ വേണം ഈ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് അതിൻ്റെ ഒരു എൻ പോർഷൻ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ കറക്റ്റ് നമ്മൾ ആ 1/2 ഇഞ്ച് മാർക്ക് വീഡിയോയിൽ കാണാൻ അതേപോലെ തന്നെ ചെയ്യാം. ഇതൊക്കെ മനസ്സിലായല്ലോ. ആ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കറക്റ്റ് 6 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ലൈനിനോട് കറക്റ്റായിട്ട് ഇങ്ങനെ ചേർത്ത് വയ്ക്കുക. ആ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ വേണം വരാൻ ഇതിൻ്റെ ആം ഹോളിൻ്റെ ആ പോർഷൻ കണ്ടില്ലേ, ഇങ്ങനെ വേണം വരാൻ. അപ്പോൾ 6 ഇഞ്ച് കറക്റ്റ് അവിടെ വന്ന് നിൽക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെ വെച്ച് കൊടുക്കുക. ഇതിന് ബാക്കി വരുന്ന ആം ഹോളും ബോഡിയും കൂടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടെടുക്കുക. ഈ നമ്മളെ ബാക്ക് പോർഷൻ നിവർത്തി നല്ല ക്ലീൻ ആക്കി വെച്ചിട്ട് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ആം ഹോളിൻ്റെ ബാക്കി ഇത്രയും പോർഷൻ വരും. അതേപോലെ തന്നെ ബോഡിയും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ടോട്ടലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ബാക്ക് പോർഷൻ്റെ അതേപോലെ തന്നെ ഇതേ മാർക്ക് ചെയ്ത് കൊടുക്കുക. ബാക്കിയെല്ലാം അടിവശം എല്ലാം ഒരേപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ 10 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തെ സൈഡും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 20 ഇഞ്ച്. ഇനി ഈ 10 ഇഞ്ച് മുതൽ അപ്പുറത്തെ 20 ഇഞ്ച് വരെ നമുക്ക് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ പ്ലീറ്റ്സ് നല്ല വൃത്തിക്ക് കിട്ടണമെങ്കിൽ നമ്മളൊന്ന് അയൺ ചെയ്ത് കൂടെ കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് അയൺ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പിടിച്ചാൽ കിട്ടാത്ത തുണിയാണെങ്കിൽ ഈ പ്ലീറ്റ്സ് ഇടുമ്പോൾ തന്നെ അയൺ ചെയ്ത് കൊടുക്കുക വെച്ചാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ചെറിയ പ്ലീറ്റ്സ് ഇട്ടിങ്ങനെ പോവുകയാണ്. നമ്മൾ ഇവിടുന്ന് ഈ മാർക്കിങ്സ് തുടങ്ങി അപ്പുറത്തെ മാർക്കിങ് വരെ 20 ഇഞ്ചും നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം ഇങ്ങനെ. അപ്പോൾ നമ്മൾ പ്ലേറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് അയൺ ചെയ്യണമെങ്കിൽ ചെയ്യാം, പക്ഷേ ഞാനിപ്പോൾ ചെയ്യുന്നില്ല. ഞാൻ എല്ലാം അവസാനിച്ചതിന് ശേഷം അയൺ ചെയ്യുന്നത്. നമുക്ക് യോക്ക് പോർഷൻ ആഡ് ചെയ്ത് കൊടുക്കണം. യോക്ക് പോർഷൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേ യോക്ക് പോർഷൻ ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി യോക്ക് പോർഷൻ്റെ നല്ല വശവും ടോപ്പിൻ്റെ നല്ല വശവും ഇങ്ങനെ ചേർത്ത് വയ്ക്കുക. ഫ്രണ്ടിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് നമ്മൾ 1/2 ഇഞ്ച് എക്സ്ട്രാ വിട്ടുണ്ടായിരുന്ന തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് അതിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ യോക്ക് പോർഷൻ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലീറ്റ്സ് അറ്റാച്ച് ചെയ്ത ആ സെൻറ്ററിലൂടെ നമുക്കൊരു പ്രസ് ചെയ്തിട്ടൊരു സ്റ്റിച്ച് കൊടുക്കുക. അത് ഓപ്ഷണലാണ്. കാരണം നമ്മൾ ഇപ്പോൾ അറ്റാച്ച് ചെയ്തിട്ടുള്ള ആ ഒരു പോർഷൻ ഉള്ളോട്ടാക്കിയിട്ട് ആ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ഉള്ളോട്ടാക്കിയിട്ട് ഒന്ന് ഇതിലൂടെ ഒന്ന് സ്റ്റിച്ച് കൊടുക്കുക. ഓപ്ഷണലാണ്, ഞാനങ്ങനെ ചെയ്തിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ടോപ്പിൻ്റെ നല്ല വശവും
ലൈനിങ്ങിന് നല്ല വശം ഒരുമിച്ച് ചേർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ മാർക്കിങ്സൊക്കെ കൊടുത്തിരിക്കുന്നത് ടോപ്പിൻ്റെ അപ്പുറത്തെ വശത്താണ്, ബാക്ക് വശത്താണ്. അപ്പോൾ ഞാനിത് ഇങ്ങനെ ഒന്ന് മറച്ചിടുവാണ്. എന്നിട്ട് അവിടെ നെക്ക് മാർക്ക് ചെയ്ത് അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഒരു സൈഡ് മാത്രമേ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കറക്റ്റ് നെക്ക് ലൈനിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമില്ലാത്ത ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ചെറിയ ചെറിയ കട്ട്സ് കൊടുക്കുക. നമുക്ക് മറിച്ചിടാൻ വേണ്ടി ചെറിയ ചെറിയ കട്ട്സ് കൊടുക്കുക. ഇനി ലൈനിങ് ഒന്ന് മറിച്ചിടാം. ഇനി നമ്മൾ നെക്ക് ലൈനിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ബാക്ക് പോർഷൻ ചെയ്തിട്ട് എടുക്കണം. ബാക്ക് വശം ഇതേപോലെ തന്നെ ലൈനിങ്ങിൻ്റെ നല്ല വശം ടോപ്പിൻ്റെ നല്ല വശം കൂടെ ഒരുമിച്ച് വയ്ക്കുക. ടോപ്പ് വശം ബാക്ക് വശം നമുക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ ബാക്കിലൊരു ചെറിയ ഓപ്പണിങ് കൊടുക്കണം, കാരണം നെക്ക് ടൈറ്റ് ആയതുകൊണ്ട്. അപ്പോൾ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് താഴോട്ട് ഒരു 3.5 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഓപ്പണിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ താഴത്തോട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു 3.5 ഇഞ്ച്. ഇനി നെക്ക് ലൈൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് താഴത്തോട്ടൊരു വി പോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഒരു സൈഡിൽ തുടങ്ങി താഴോട്ട് ഇങ്ങനെ വി ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇപ്പുറത്തെ സൈഡ് വരെ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അത് ആവശ്യമില്ലാത്ത ഈ പോർഷനൊക്കെ ഒന്ന് വെട്ടി മാറ്റാം. എന്നിട്ട് കറക്റ്റ് സെൻറ്ററിലോടൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. വളരെ ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം. പിന്നെ ചെറിയ ചെറിയ കട്ട്സ് കൊടുക്കാം. ഇനി ഒന്ന് മറച്ചിടാം. നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതേ നെക്ക് ലൈന് കൂടെ ഒന്ന് സ്റ്റിച്ച് കൊടുക്കണം. ഇനി അപ്പോൾ അത് ഒരു വശത്ത് തുടങ്ങി അപ്പുറത്തെ വശം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം നെക്ക് ലൈൻ. അപ്പോൾ നെക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഫ്രണ്ടിൻ്റെ ബാക്കിൻ്റെ. ഇനി ഷോൾഡേഴ്സ് അറ്റാച്ച് ചെയ്ത് വെക്കണം. അപ്പോൾ ടോപ്പിൻ്റെ ബാക്കിൻ്റെ നല്ല വശവും ഫ്രണ്ടിൻ്റെ നല്ല വശവും കൂടെ ഒരുമിച്ച് ചേർത്തിട്ട് ഷോൾഡേഴ്സ് ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് എടുക്കാം. ഷോൾഡേഴ്സ് അറ്റാച്ച് ചെയ്ത് കൊടുത്തു. ഇനി ടോപ്പിൻ്റെ അടിവശം ലൈനിങ് ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതുപോലെ നമ്മുടെ മെയിൻ ക്ലോത്ത് ഒന്നെങ്കിൽ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ റോൾഡ് ഹെം ചെയ്യാം. ഞാനിവിടെ റോൾഡ് ഹെം ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അടിവശം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ബോഡിയും കൂടെ നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. ബോഡി സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്ലീവ്സ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ 2 സൈഡും നമുക്ക് ബോഡി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആം ഹോളിൻ്റെ അവിടെ നിന്ന് തുടങ്ങി താഴെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാം. ബോഡി അറ്റാച്ച് ചെയ്തതിന് ശേഷം സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ, പഫ് സ്ലീവ് പ്രത്യേകിച്ച് അങ്ങനെ അറ്റാച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടി പെർഫെക്ഷൻ ആയിട്ട് കിട്ടുമെന്ന് ഞാൻ കുറേ വീഡിയോസിലായി കാണുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതേപോലെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന്. അതുകൊണ്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് കംഫർട്ട് അല്ലെങ്കിൽ നമ്മൾ നോർമലായി ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഇത് ബോഡി ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. ഇനി സ്ലീവ്സ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി വന്ന ക്ലോത്താട്ടോ, നമ്മൾ വെട്ടേഷൻ എന്നൊക്കെ പറയില്ലേ, അതാണ്. 2 ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 ക്ലോത്ത് ഒന്നുകൂടെ ഒന്ന് മടക്കി വയ്ക്കുക. അങ്ങനെ 2ആക്കി മടക്കി വയ്ക്കുകയാണ്. എന്നിട്ട് ഇതിൽ നിന്നാണ് നമ്മൾ സ്ലീവ്സ് മാർക്ക് ചെയ്തിട്ടെടുക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി താഴോട്ട് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെറിയ പഫാണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ടാണ് 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തത്. ഇനി അതിന് താഴോട്ട് ഇപ്പോൾ മാർക്ക് ചെയ്ത് 3.5 ഇഞ്ചിന് താഴോട്ട് വീണ്ടും ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 7 ഇഞ്ച് ആയിരിക്കും കേട്ടോ നമ്മുടെ ടോട്ടൽ ലെങ്ത്ത് വരിക. സ്ലീവിൻ്റെ ലെങ്ത്ത് 7 ഇഞ്ചായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് നേരെ നീട്ടൊന്ന് വരച്ചു കൊടുക്കുകയാണ്. വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ നീട്ടി വരച്ചു കൊടുത്തു. ഇനി ഒരു 2.5 ഇഞ്ചൊന്ന് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ പഫായതുകൊണ്ടാണ് ഇത്ര വീതി മതി. അപ്പോൾ 2.5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ടോപ്പിൻ്റെ പോർഷൻ എടുക്കുക, ആം ഹോൾ എടുക്കുക. എന്നിട്ട് നമ്മൾ 3.5 മാർക്ക് ചെയ്ത് അവിടെ കൊണ്ടുപോയിട്ട് ആം ഹോളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേ നമ്മൾ ആം മാർക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മേലൊന്ന് മാർക്ക് ചെയ്ത അവിടുന്ന് മുതൽ നമ്മൾ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ, അതിലൂടെ ഒന്ന് കേവായിട്ടൊന്ന് ഇങ്ങനെ വരച്ച് കൊടുക്കാം. നമ്മൾ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് പഫ് സ്ലീവ് എങ്ങനെ ചെയ്യാമെന്ന്. അപ്പോൾ ഇത് കണ്ട് മനസ്സിലാവാത്തവർ ആ വീഡിയോ ഒന്ന് കാണാൻ വെച്ചാൽ കുറച്ചുകൂടി നല്ല വ്യക്തമായിട്ട് മനസ്സിലാവും. ഇനി താഴെ നമ്മൾ ഡൗൺ വിഡ്ത്ത് ഒരു 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഇതേ നീട്ടൊന്ന് ഇങ്ങനെ വരച്ച് കൊടുക്കുക. അത് മേലോട്ടൊന്ന് വരച്ച് കൊടുക്കുക. ഇനി നമ്മൾ എക്സ്ട്രാ തയ്യൽ തുമ്പ് വിടുക. മേലൊരു 1/2 ഇഞ്ച്, പിന്നെ താഴോട്ട് വരുമ്പോൾ ഒരു 1 ഇഞ്ചോളം വിടുക. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു ലോ സ്റ്റിച്ച് കൊടുക്കണം. നമുക്ക് പ്ലീറ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ലോ സ്റ്റിച്ച് കൊടുക്കുക. വീട്ടിൽ കാണുന്ന ഇതേപോലെ തന്നെ
ഏറ്റവും ആം ഹോളിൻ്റെ കൂടെ ഒരു ലൂസ് സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ലൂസ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സൈഡിലും ലൂസ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്, 2 സ്ലീവിലും ലൂസ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു ത്രെഡ് വലിച്ചിട്ട് ഒന്ന് ചെറുതാക്കി ഒന്നിങ്ങനെ പ്ലീറ്റ്സ് ചെയ്തിട്ടെടുക്കാം. 2 സ്ലീവ് നമ്മൾ പ്ലീറ്റ്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ അടിവശം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. 2 സ്ലീവും ഡബിൾ ഫോൾഡ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ സ്ലീവിൻ്റെ അടിവശം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തു. ഇനി നമുക്ക് ആ പ്ലീറ്റ്സിൻ്റെ അതിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകി കളിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ 2 വശവും സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് പ്ലീറ്റ്സിൻ്റെ അവിടെ. ഇനി 2 സൈഡൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുകയാണ്. അപ്പോൾ അതേ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തു. ഇനി നമ്മൾ ഈ സ്ലീവ് ഇതേപോലെ നമ്മുടെ ബോഡിയിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ടോപ്പ് പോർഷൻ്റെ ബോഡിയിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതേ ഞാൻ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഉൾവശം, ബോഡിയുടെ ഉൾവശത്ത് ഇതേ നമ്മുടെ സ്ലീവിൻ്റെ നല്ല വശം ചേർത്ത് വയ്ക്കുക. എന്നിട്ട് ബോഡിയുടെ നല്ല വശം സ്ലീവിൻ്റെ നല്ല വശം കൂടെ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇതേ റൗണ്ടാക്കിയിട്ട് എഡ്ജിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ അരേഞ്ച് വിട്ടിട്ടാണല്ലോ തയ്യൽ തുമ്പ് വിട്ടിട്ടുണ്ടായിരുന്നു, അതിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ കുറച്ച് പ്രയാസമായിട്ട് തോന്നും, പക്ഷേ ഭയങ്കര സിമ്പിളാട്ടോ. നമ്മൾ സ്ലീവിൻ്റെ അതേപോലെ ബോഡിയുടെയും ആം ഹോൾ ഒരേപോലെ ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇതേ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതേ ഇങ്ങനെ കറക്റ്റായിട്ട് നിന്നോളും, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കാണാം. നമ്മൾ സ്ലീവ്സ് നമ്മൾ അറ്റാച്ച് ചെയ്തു, 2 സ്ലീവ് നമ്മൾ അറ്റാച്ച് ചെയ്തു. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ബാക്കിൽ നമ്മളൊരു ഓപ്പണിങ് വിട്ടിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഹുക്കും ലൂപ്സും വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ബട്ടൺസ് എന്തെങ്കിലും വെച്ച് കൊടുക്കാം. ഞാൻ ബട്ടൺസാണ് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ ആ ബാക്ക് വശം ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് എടുക്കുക. അതേപോലെ ഫ്രണ്ട് വശം യോക്ക് പോർഷനിൽ നമുക്ക് സീക്വൻസിൻ്റെ വർക്കോ എന്തെങ്കിലും വർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ സീക്വൻസിൻ്റെ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പ്ലീറ്റ്സ് നന്നായിട്ട് അയൺ ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായി, യൂസ്ഫുള്ളായി, ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കോളും കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്കത് മിസ് ചെയ്യാണ്ട് കാണുള്ളൂ. സോ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.